അമൃത, ഈ കേസിൽ ഈ സംഭവം നടന്നയുടൻ അമൃത പ്രതികരിച്ച് ഇന്നും ഓർക്കുകയാണ്. സംഭവം നേരിട്ട് കണ്ടതാണ്. സഹോദരൻ കുത്തേറ്റ് കിടക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ, വെട്ടേറ്റ് കിടക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ. ഇന്നിപ്പോൾ 6 വർഷം കഴിയുമ്പോൾ കോടതി ഇക്കാര്യത്തിൽ 14 കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 10 പേരെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. ഇന്നത്തെ കോടതി വിധിയെ എങ്ങനെ കാണുന്നു അമൃത? കുറ്റം തെളിഞ്ഞതിൽ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് കോടതി വരാന്തയിലേക്ക് ഞങ്ങൾ പോയത്. 24 പ്രതികളുള്ള ഈ കേസിൽ 14 പേരെയാണിപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 10 പേരെ വെറുതെ വിടുന്നു എന്നൊരു വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് ഞങ്ങളെ കുടുംബത്തെ ആയാലും നാട്ടുകാരെ ആയാലും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ആയാലും ഒരുപാട് വേദനിപ്പിക്കുന്നതാണ്. കാരണം ഞങ്ങൾ 6 വർഷത്തോളമായി ഒരു നിയമ പോരാട്ടം നടത്തുകയാണ്, നീതിക്ക് വേണ്ടി പോരാടുകയാണ്. സർക്കാരിനോട് തന്നെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നൊരു സമയമാണ്. കാരണം ഞങ്ങൾ കൂടെ നിൽക്കേണ്ട ഒരു സർക്കാർ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. പ്രതികൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സർക്കാരാണ്. ആ സർക്കാരോടുകൂടി ഇത് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ അനുകൂല വിധി വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ കുടുംബം തൃപ്തരല്ല. ഈ ഒഴിവാക്കപ്പെട്ട പ്രതികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് എന്ന ആത്മാർത്ഥമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മുമ്പോട്ടുള്ള അവർക്കെതിരെയുള്ള നടപടിയുമായി നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തീരുമാനം. പ്രതികൾ ശിക്ഷിക്കപ്പെടും വരെ ഞങ്ങൾ പോരാടും. എന്തായാലും ജനുവരി 3-ാം തീയതി ഞങ്ങൾക്ക് അനുകൂലമായൊരു വിധി, അത് വധശിക്ഷ തന്നെ ആ 14 പ്രതികൾക്കും കിട്ടും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ആ ഒരു വിധിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അമൃത, ഈ കേസന്വേഷണത്തിന്റെ ഘട്ടത്തിൽ നിങ്ങൾ കടന്നുപോയ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ആദ്യം അത് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുന്നു. അപ്പോൾ ഏത് ഘട്ടത്തിൽ വെച്ചാണ് നിങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് അമൃത? ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നെ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കുന്നു. ആദ്യമൊക്കെ അന്വേഷണം നല്ല രീതിയിലാണ് പോയത്. പക്ഷേ സർക്കാർ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടിരുന്നു. അവിടെയാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ആ രീതിയിൽ കേസ് മുന്നോട്ട് പോയാൽ ഈ കേസ് എവിടെയും എത്തിപ്പെടില്ല എന്ന് ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടാണ് CBI അന്വേഷണം ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുന്നത്. CBI ഒരുപാട് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലധികം 10 പേരെ കൂടി CBI പ്രതി ചേർക്കപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 4 പേരോളം ഇന്ന് കുറ്റവാളികളാണെന്ന് ഇന്നത്തെ കോടതി വിധിയിലൂടെ തെളിയിക്കപ്പെട്ടതുമാണ്. അവർക്കെതിരെയുള്ള വിധി 3-ാം തീയതി വരും. അത് നമുക്ക് അനുകൂലമായൊരു വിധി തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട സർക്കാർ, അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു സർക്കാർ പ്രതികളെ സപ്പോർട്ട് ചെയ്തത് എന്തിനാണ്, അവർക്ക് വേണ്ടി വാദിച്ചത് എന്തിനാണ്, അത് ഇന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ കുടുംബം എന്താണ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചല്ലേ ഒരു സർക്കാർ നിൽക്കേണ്ടത്. ഞങ്ങൾക്ക് CBIയിലായിരുന്നു വിശ്വാസം, അതുകൊണ്ടല്ലേ ഞങ്ങൾ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് അവർ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്? അവരുടെ പ്രതിനിധികൾ, CPMൻ്റെ പ്രതിനിധി, ഇന്നത്തെ വിധിയിലൂടെ മനസ്സിലായല്ലോ, CPMൻ്റെ പ്രതിനിധികളാണ് ഇതിൽ കൂടുതലും കുറ്റവാളികളാണ് തെളിയിക്കപ്പെട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമെന്ന് തെളിയിക്കുന്ന ഏറ്റവും നല്ല ഒരു തെളിവാണ് ഇന്നത്തെ വിധിയിലൂടെ വന്നിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.